പിരിഞ്ഞു പോകാറുണ്ട്. എനിക്ക് കുറച്ച് നാൾ കൂടിയിട്ട് കുറച്ച് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ഒരു കഥാപാത്രങ്ങൾ പെട്ടെന്ന് പഠിക്കണം. ഇന്ന് രാവിലെ കൂടി ഇതിൻ്റെ പ്രൊഡ്യൂസറെ എന്നെ വിളിച്ചിട്ട് വളരെ സന്തോഷത്തോടുകൂടി പറയുന്നത് സിനിമ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ മെഡിക്കൽ കോളേജ് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് പെട്ടെന്ന് അറിഞ്ഞത് അല്ലേ? കഴിഞ്ഞ ദിവസം അറിഞ്ഞു. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിന്റെ കോർഡിനേറ്ററിൽ ഒരാൾ വളരെ ഇതായിട്ട് പറഞ്ഞു, അതെ ക്രൗഡ് കുറച്ച് കുറവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു 50 പേര് തോന്നിച്ചു. 50 പേര് കൊടുക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിന്റെ അകത്ത് ഒരു 5000 പേരോളം പോലെ.
ക്യാമ്പസിനകത്തുള്ള ഒരു ജീവിതത്തിന്റെ വേറൊരു രീതിയിലുള്ള കാഴ്ചയാണത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ഡയറക്ടറിന്റെ ഒരു വേറൊരു വിഷനാണ് അത്. നിങ്ങൾ എന്തായാലും രസിപ്പിക്കും. നിങ്ങൾക്ക് എന്തായാലും ഈ കാലത്തിൽ നിങ്ങൾ ഇതുപോലെ സിനിമ കണ്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ അതല്ല, അതൊക്കെ മേലെ എന്ന് പറയുന്നത് മൊത്തത്തിലുണ്ട്. സത്യമാണെങ്കിൽ സുരാജാണെങ്കിൽ ഇവരുടെ അരുണ്ട്, സാഫ് ബോയ്, പിന്നെ അരുൺ പ്രദീപ്, ഇവരുടെ പൂജ, എല്ലാവരും ക്യാരക്ടേഴ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ ഇതുവരെ കാണാത്ത ഒരവസ്ഥ ഒരു കോളേജിൽ സംഭവിക്കുന്നതാണ്. ഒരു കോളേജിൽ അങ്ങനെ ഒരു അവസ്ഥ സംഭവിക്കും നമ്മൾ വിചാരിക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ ഒരു കോളേജിൽ സംഭവിക്കും. അപ്പൊ അത് മൊത്തത്തിൽ നല്ല വ്യത്യസ്തമായ സിനിമ. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്കത് കറക്റ്റായിട്ട് എന്താ പറയാ പറയാൻ പറ്റില്ല എന്നല്ല. കാണിക്കുന്നുണ്ട് അവസാനം OTT-ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന നമുക്ക് എവിടെയെങ്കിലും എല്ലാവർക്കും കാണാം. ഫസ്റ്റ് ഡേ എല്ലാ ഷോയിലും ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അപ്പൊ എവിടെയെങ്കിലും വെച്ച് കാണാം. ഓക്കെ, താങ്ക് യു. പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ചെയ്ത് ഡ്രീം ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. പകൽക്കിനാവ് കാണുന്ന ആൾക്കാർ നമ്മൾ കുറച്ച് പേർക്ക് ഉണ്ടാവുമായിരിക്കും. അങ്ങനത്തെ കഥാപാത്രങ്ങളുള്ള സിനിമ ഇപ്പം ഈ മെക്ഡോണൾഡ്സിന്റെ ഒരു ഡോക്യു സിനിമയിലെ ഈ ഫൗണ്ടർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. നെറ്റ്ഫ്ലിക്സിൽ ഫൗണ്ടർ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? റോക്കറ്റ് സിംഗ് കണ്ടിട്ടുണ്ടോ? വെരി ഗുഡ്. അല്ല, അത്ര പഴക്കമില്ല. സിനിമയാണ്. പുള്ളിയുടെ അച്ഛൻ ഷമിക്കൂറിന്റെ പടമൊന്നുമില്ല. അപ്പോ അത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പ് ഞാൻ ചെയ്തത് തോൽവിയൻസി എന്ന് പറഞ്ഞ സിനിമയിൽ കഥാപാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അത് വെച്ച് ഒരുപക്ഷെ ഞാനുമായിട്ട് കുറച്ചൊക്കെ ചേർന്നിരിക്കുന്ന കഥാപാത്രമാണ്. അപ്പൊ ഈ റോക്കറ്റ് സിംഗ് എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. പിന്നെ ഈ ഫൗണ്ടർ എന്ന് പറഞ്ഞ സിനിമ, അതെല്ലാം എനിക്ക് ആ രീതിയിൽ ഇഷ്ടമുള്ള സിനിമയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട ഇഷ്ടമാണ്. ആർക്കും ഒരിക്കലും ഇഷ്ടമാവാത്ത സിനിമയല്ലാന്ന് എനിക്ക് തോന്നുന്നു. അത്രേ ഉള്ളൂ. ഭയങ്കര സീരിയസ് ആയിട്ട് പ്രശ്നം ഞാൻ പറയുന്നതിൽ പറയുന്നതാണ് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമകൾ ഹാപ്പി വെഡിങ്ങിൽ കഥാപാത്രം എന്റെ സ്വഭാവം എനിക്ക് ഭയങ്കര ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സോണില് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ നിൽക്കുന്ന ഒരു ഹൈപ്പർ സ്വഭാവമുണ്ട്. അതും ഹാപ്പി വെഡിങ്ങിന്റെ ഏകദേശം ഒരേപോലെ. അതാണ് ഒരുപാട് കോളേജിലൊന്നും പോകാൻ പറ്റിയില്ല പ്രൊമോഷന്റെ ഭാഗമായിട്ട്. പക്ഷെ ഈ ഒരു ഒറ്റ കോളേജ് കൊണ്ട് ആ വിഷമം ഫസ്റ്റ് ഓർമ്മ വരുന്നത് ഞാൻ ഇവിടെ BMC-ലാണ് പഠിച്ചത്. അപ്പം ഞാൻ പഠിച്ച സമയത്ത് ഇതേപോലെ ഒരു ഫിലിമിന്റെ പ്രൊമോഷൻ വന്നപ്പോ ഒരു ആക്ടർ വന്നിട്ട് നിങ്ങളെല്ലാരും എന്റെ പടം കാണില്ലേ എന്ന് പറഞ്ഞപ്പോ ഞാൻ പാക്ക് ചെയ്ത് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പടത്തിനെ കുറിച്ച് 2 വാക്ക് നല്ല പറയേണ്ടി വന്നിട്ടുണ്ട് സ്റ്റേജിൽ കയറി. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര പ്രാക്ടീസ് ആണ്. അപ്പൊ ഈ പടം ആക്ച്വലി നമ്മള് 4 പഠിക്കുന്ന പിള്ളേരുടെ പടമാണ്. അതായത്
ടീനേജേഴ്സ് ആണ്. അപ്പൊ ഭയങ്കര സാധാരണ പഠിക്കുന്ന പിള്ളേരെ പടമാണ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അടിപൊളി പരിപാടികളുണ്ട് ഈ പടത്തില്. പിന്നെ ഇതിൽ ഇപ്പോൾ വരാൻ പറ്റാത്ത സാർബോയ്, അരുൺപ്രദീപ്, സന്ദീപ് അവരൊക്കെ ഭയങ്കര അടിപൊളി പരിപാടികളാണ് ചെയ്തത്. അപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് അമൽജ്യോതി കോളേജിൽ ഷൂട്ട് ചെയ്തൊരു പടമാണ്. എനിക്ക് തോന്നുന്നു താങ്ക് യു കണ്ണാടി വേണ്ട. അപ്പം അത്രേ ഉള്ളൂ. അപ്പം 8-ാം തീയതി നിങ്ങൾ വരിക, കാണാൻ എല്ലാവരും. സ്പ്രെഡ് ദ വേർഡ്. ഓക്കെ, താങ്ക് യു. എല്ലാവരും പടം കാണാൻ വരില്ലേ? ഒത്തിരി വിഷമമുള്ള ഒരു കാര്യമാണ്. പ്രൊഡ്യൂസറോട് ചെന്നാൽ ഈ നിങ്ങൾ ഇത്രയും പേർക്ക് 150 ടിക്കറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ടിക്കറ്റ് ഫ്രീ ആയിട്ട് ഫ്രീ ടിക്കറ്റ് ഉണ്ട്. അപ്പൊ എല്ലാവരും കാണുക. അത് ബാക്കിയുള്ള ആൾക്കാരെല്ലാം കോർഡിനേറ്റ് ചെയ്തോളൂ. പോസ്റ്റർ ചെയ്യുമ്പോൾ ആക്ടറിലേക്ക് വരുന്ന അത് ആക്ച്വലി ഒരു ഭയങ്കര വലിയ പ്രോസസ്സാണ്. ഞാനത് ഇപ്പം നമ്മൾ ചില സമയത്ത് എന്റെ ടീമിന്റെ പേര് എസ്തരി കുഞ്ഞമ്മാണ്. എനിക്കറിയില്ല നിങ്ങൾ അത്ര പേര് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഒരു കഥ കേട്ട് അതിന് പറ്റിയ അനുയോജ്യമായിട്ടുള്ള ഫോട്ടോഷൂട്ട് ചെയ്യും. ഇപ്പം ബ്രഹ്മം പറയുകയാണെങ്കിൽ ഞങ്ങൾ മമ്മൂക്കായിട്ട് ഫോട്ടോഷൂട്ട് ചെയ്താണ് ആ ഒരു നിങ്ങൾ കാണുന്ന പോസ്റ്റേഴ്സ് ഒക്കെ പിടിച്ചേക്കുന്നത്. ചില സമയത്ത് ഫോട്ടോഷൂട്ട് പോസിബിൾ ആയിരിക്കും, ചില സമയത്ത് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും ഒരു പടത്തിലേക്ക് ഇണ്ടാവുന്നത്. അപ്പൊ അവിടെ ഉള്ള ഇമേജസും അല്ലെങ്കിൽ അസറ്റ്സ് വെച്ച് നമ്മൾ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പരിപാടി. ഇപ്പൊ പടക്കളത്തിന്റെ ടൈറ്റിൽ നമ്മുടെ ടീമാണ് ചെയ്തത്. ഇത് 1-2 പോസ്റ്റർ നമ്മൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ കുറച്ച് പടങ്ങളായിട്ട് ചെയ്യുന്നു. അപ്പം അതിന്റെ പ്രോസസ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, ഓരോ പടം അനുസരിച്ച് മാറുമ്പോൾ. ഇപ്പം ബ്രഹ്മയിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ചെയ്തത്. മൊത്തം ഫോട്ടോഷൂട്ട് ചെയ്ത് അതിന്റെ കഥ അറിയായിരുന്നു. അപ്പം ഫോട്ടോഷൂട്ട് ചെയ്ത് അങ്ങനെയാണ് ഔട്ട് വന്നേക്കുന്നത്. ഞാൻ ആക്ച്വലി ചെറുപ്പം തൊട്ട് നാടകം പഠിക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊരു ആക്ടർ ആകാനായിരുന്നു ചെറുപ്പം തൊട്ട് ആഗ്രഹം. ഒരു 1-ാം ക്ലാസ് അപ്പം ഞാൻ ലോക്ക്ഡൌണിലേക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കി. ആ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നമ്മൾ ആരും ഡിസൈൻ പഠിച്ചവരല്ല. ഞങ്ങളുടെ ടീമിലുള്ള ഡിസൈനേഴ്സ് ആരും ഡിസൈൻ പഠിച്ചവരല്ല. ചിലർ കോളേജിൽ പോയിട്ടില്ല, ചിലർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്. അപ്പം ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ പറ്റി. ലോക്ക്ഡൌണിൽ ബോറടിച്ച് വീട്ടിലിരുന്നപ്പോൾ ആണ് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയത്. അപ്പം അതിനുശേഷമാണ് എനിക്ക് കുറച്ചും കൂടെ എന്താ പറയാ അവസരങ്ങൾ വരുന്നതും കുറച്ച് പടങ്ങൾ കിട്ടുന്നത്. ഞാൻ പൂക്കാലമാണ് അതിനുശേഷം കുറെ നാളിന് ശേഷം അഭിനയിച്ചത്. അപ്പം അങ്ങനെ കുറച്ച് പടങ്ങൾ കിട്ടി. ഒരു ആക്ടറിലേക്കുള്ള ഷിഫ്റ്റ് അങ്ങനെ വലുതായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ചെറുപ്പം ആഗ്രഹിച്ചിട്ടാണ്. 2 രസമുള്ള പ്രശ്നമാണ്. വലിയ ഭാഗ്യമായിട്ട് പരിപാടി.